ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പടിഞ്ഞാറത്തറയിലുള്ള എർത്ത് ഡാമിനെ കുറിച്ചാണ്. ഈ ഡാമിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് പടിഞ്ഞാറത്തറയിലുള്ളത്. വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിലാണ് ഈ എർത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാമിന് 38.5 മീറ്റർ ഹൈറ്റും 685 മീറ്റർ ലെങ്ത്തുമാണുള്ളത്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ നദിയിലൊന്നുമല്ല. കരമാൻ തോട് എന്ന് വിളിക്കുന്ന കബനിയുടെ ഒരു ചെറിയ പോഷക നദി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു തോടാണിത്. ഇതിന് കുറുകെയാണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിനായിട്ട് ഇത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയും പിന്നെ ജലസേചനത്തിന് വേണ്ടിയുമാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പോൾ ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതി അതിമനോഹരമാണ്. ബാണാസുര ഹിൽസ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണുള്ളത്. ഇവിടെ നിന്നാൽ നമുക്ക് ഒത്തിരി മനോഹരമായ വ്യൂസ് കിട്ടും. പടിഞ്ഞാറത്തറയിൽ വന്നിട്ട് ഈ ഡാമിൻ്റെ പോയിൻറ്റിൻ്റെ അവിടേക്ക് വരിക. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറാവുന്നതാണ്. മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഷട്ടിൽ സർവീസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഒത്തിരി ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് മുകളിലേക്ക് നടക്കാനുണ്ട്, സ്റ്റെപ്പ് കയറാനുണ്ട്. അത് ചെറിയ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് 25 രൂപ കൊടുത്താൽ അപ്പ് ആൻഡ് ഡൗൺ, മുകളിൽ നിന്ന് താഴേക്ക് അവർ കൊണ്ടുവിടും. ഇവിടെ സ്പീഡ് ബോട്ട് റൈഡിംഗ് ഉണ്ട്. കിഡ്സിന് പ്രത്യേകം പ്ലേ ഏരിയാസ് ഉണ്ട്. ഇഷ്ടംപോലെ ഊഞ്ഞാലുകളുണ്ട്, വലിയവർക്കും ചെറിയവർക്കും കയറി നാടാൻ പറ്റുന്ന തരത്തിൽ. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്. അതൊരു നീളം കൂടിയ സിപ്പ് ലൈനാണ്. ഞങ്ങൾ ചെന്നത് ഒരു മഴയുള്ള സമയത്തായിരുന്നു. ആ മഴയത്ത് അവിടെ കൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. ഇവിടെ ഒരു സോളാർ പവർ സ്റ്റേഷനും കൂടിയുണ്ട്. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളിയൊരു ട്രിപ്പാണിത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ ആളുകൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അത്ര മനോഹരമായ ഒരു വ്യൂ ആണ് ഇതിന് ചുറ്റുമുള്ളത്. നല്ല മഴയായത് തന്നെ എല്ലാവരും റെയിൻകോട്ടാണ് ഉപയോഗിക്കുന്നത്. കുട ഇവിടെ സേഫല്ല. നല്ല കാറ്റുള്ളത് കാരണം കുട പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. താഴെ നിന്നും കുട വാങ്ങാൻ വേണമെങ്കിൽ താഴെയുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ കുടയ്ക്ക് നല്ല വില കൊടുക്കണം. റെയിൻകോട്ടിന് 100 രൂപ കൊടുത്താൽ മതി. ഒരു കുടയ്ക്ക് 500 രൂപയാണ് റേറ്റ്. സേഫായിട്ട് റെയിൻകോട്ട് ഇട്ട് നടക്കാം.
ചെറിയ കുന്നുകളായിരുന്നു. ഈ കുന്നുകളിനടുത്തു നിന്ന് മണ്ണെടുത്തിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു മൗണ്ടൻ നമുക്കിവിടെ കാണാം. പച്ച വിരിച്ച് നിൽക്കുന്ന പ്രകൃതിയുടെ അതിമനോഹരമായ ദൃശ്യം. വട്ടം കറക്കിയാണ് വരുന്നത്.